ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ് എന്നീ 3 A4 സൈസ് പേപ്പേഴ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വെട്ടിയെടുക്കാനായിട്ട് വട്ടത്തിൽ വെട്ടിയെടുക്കാൻ ചെറിയ ഗ്ലാസ്സാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ വട്ടങ്ങളാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ 3 കളറിലും നമുക്ക് വെട്ടിയെടുക്കണം. എല്ലാം തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് രണ്ടായിട്ട് മടക്കണം. ഓരോ പീസും രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇതിൽ നിന്നും ഒരു വൈറ്റ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ ഞാൻ ഇവിടെ തേക്കുന്നത് അതിൻ്റെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന തുമ്പത്ത്, ആ റൗണ്ടായിട്ട് കേവ് വന്ന ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇവിടെ ഗ്ലൂ തേക്കുന്നത്. ഫുള്ളായിട്ട് പശ തേക്കുന്നില്ല ആ ഭാഗത്ത്, നറ്റത്ത് മാത്രമാണ് പശ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചാലാണ് ബാക്കി ഇതളുകൾ മറ്റ് കളറിലുള്ള ഇതളുകൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതിന് ഇടയിലേക്ക് കയറി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ തുമ്പത്ത് മാത്രം കുറച്ച് ഗ്ലൂ തേച്ച് ഒട്ടിക്കുന്നത്. ആദ്യം 8 പച്ച ഇതളുകൾ ആദ്യം തന്നെ ഒട്ടിച്ചെടുക്കുന്നു. അതിന് ശേഷമാണ് മറ്റ് 2 കളറുകളും ഒട്ടിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇതേ വലിപ്പത്തിലുള്ള സെയിം വൈറ്റ് റൗണ്ട് ആണ്, റൗണ്ടിൻ്റെ പീസാണ് ഞാൻ അശോക ചക്രം വരച്ച് എടുത്തിരിക്കുന്നത്. അത് ബ്ലൂ കളർ സ്കെച്ചിൽ വരച്ച് ഇതേപോലെ ഒട്ടിക്കുക.